ടിക്ടോക്ക് ലൈവ് നിർത്താൻ പോകുന്നു ദുബായിൽ അറിഞ്ഞു. ഞാനും ഇങ്ങനെ പലരും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടായിരുന്നു നിർത്താൻ പോണെന്ന്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല. നസീർക്കൊക്കെ പേടിക്കണോ? നസീർക്ക് നല്ല അധ്വാനിച്ചല്ലേ ജീവിക്കും. ഞാനും നല്ല സുന്ദരമായി അധ്വാനിക്കുന്ന പൈസ കൊണ്ടാണ് എൻ്റെ വീട്ടില് പട്ടിണിയില്ലാതെ ജീവിച്ചു പോകുന്നത്. എൻ്റെ സ്വന്തം കാര്യങ്ങളായാലും സമൂഹത്തിൽ ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ടാണ്. പിന്നെ ഇത് സംബന്ധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ പിച്ചയെടുക്കാനിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കാണ് വലിയ ബുദ്ധിമുട്ട്. കാര്യം ഈ സന്ധ്യ ആകുമ്പോഴത്തേക്ക് വന്ന് ലൈവ് ഇട്ടിരുന്നിട്ട് പിച്ച എടുക്കാനിരിക്കുന്നു. പക്ഷെ ഇത് നിർത്തുകയാണെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലിരുന്ന് തെണ്ടാനും പറ്റൂല നസീർക്ക. കാര്യം റോഡിലെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ ഭിക്ഷാടനമൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട്. ഒരു കാരണവശാലും പുറത്തു പോയിരുന്ന് ഇവർക്കിത് ചെയ്യാനും പറ്റില്ല. അതും ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇവർക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവരൊരു CV ഉണ്ടാക്കണം. CV ഉണ്ടാക്കിയിട്ട് വല്ല കൺസ്ട്രക്ഷൻ കമ്പനിയിലോ വല്ല ക്ലീനിങ് കമ്പനിയിലൊക്കെ കൊടുത്ത് ഒരു ജോലി റെഡിയാക്കിയ നല്ലതായിരിക്കും. ഇവർ വിചാരിക്കും നാട്ടിൽ പോയിട്ട് ജീവിക്കാം. നാട്ടില് ടിക്ടോക്ക് ഒന്നാതില്ല, ഇരുന്ന് തെണ്ടാൻ പറ്റൂല. പിന്നെ ജോലിക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വലിയ പാടാണ്. കാരണം ജോലിക്ക് പോകുന്ന വെച്ചാൽ ഇപ്പൊ ബംഗാളികളെല്ലാം വന്നിട്ട് ചെറിയ പൈസക്ക് ജോലി ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് ഈ നസീർക്ക ചെയ്യാനുള്ളൊരു കാര്യം, ഈ ടിക്ടോക്ക് ലൈവ് ഇട്ടിരുന്നിട്ട് തെണ്ടാനിരിക്കുന്നവരുണ്ടല്ലോ, ഒരു കാര്യമുണ്ട്. അവർക്കും ഈ ഇതൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ മേക്കപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആണായാലും പെണ്ണായാലും മേക്കപ്പ് പോയാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇത് നിർത്തുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ലൈവിൽ വന്നിരുന്ന് ഇന്നതുവരെ ഒരാളിന്റെ ഒന്നും തെണ്ടി മേടിച്ചിട്ടില്ല. ഞാൻ ഗെയിം കളിക്കാൻ പോയിരുന്നിട്ടില്ല. ഇന്നവരെ ഗെയിം കളിച്ചിട്ടുമില്ല. മരിക്കുന്നവരെ അത് കളിക്കത്തുമില്ല. ഇനി കിടന്ന് ഇഴഞ്ഞ് പോവേണ്ടി വന്നു കഴിഞ്ഞാലും അന്യൻ വിയർക്കുന്ന കാശുകൊണ്ട് അപ്പവും മീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കറങ്ങി നടക്കാൻ കുമാരേട്ടനെ കിട്ടൂല. അപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഉള്ളവരെ നസീർക്കൈ കുറെ ആൾക്കാർ അറിയാലോ, അവരെയൊക്കെ ഒന്ന് അറിയിക്കുക. എത്രയും പെട്ടെന്ന് ഒരു CV റെഡിയാക്കുക. ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലോ തുണി കമ്പനിയിലോ ഏതെങ്കിലും ക്ലീനിങ് കമ്പനിയിലോ ഒക്കെ ഒരു ജോലി ഒപ്പിച്ചോളാൻ പറയാം. വിയർപ്പിന്റെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും. കുറച്ച് ദിവസം അങ്ങ് സ്ഥിരമായിക്കോളും. അപ്പൊ ഏറെക്കുറെ ശരിയല്ലേ? നിങ്ങൾ ഇന്തോനേഷ്യ പോയിട്ട് അവിടെ വിലസി നടക്കണമെന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. ഇന്തോനേഷ്യയിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കുക. അദ്ദേഹത്തിനെ അങ്ങനെ ഒരാളിനെ കാണുകയാണെങ്കിൽ ഒരു വീഡിയോ എനിക്ക് വേണ്ടി ചെയ്തേക്കുക. ഓക്കെ? അപ്പൊ ഏറെക്കുറെ സ്നേഹം. ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എനിക്ക് കൊണ്ട് തരണം കേട്ടോ അവിടെ നിന്ന്.